ഹായ് ഓൾ ഹാപ്പി മോർണിംഗ്. എഗെയിൻ നമ്മളൊരു ദിവസത്തിലൂടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും നമ്മുടെ കൂടെയുള്ളവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും നമ്മളുടെ പ്രപഞ്ച ശക്തിക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പൊ നമ്മൾ ഓരോ ദിവസവും രാവിലെ നമുക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നതും മാറുന്നതും ഒക്കെ. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ സെഷൻ ചായയാണ്. ചായ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചായ ഇഷ്ടമാണോ? ചായ ചിലർക്ക് ചായ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ചായ ഇഷ്ടമുണ്ടാവില്ല. അപ്പോ ഞാൻ ചായ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ചായ വലിയൊരു ഉന്മേഷം തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പൊ ഞാൻ അഗൈൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്റെ കയ്യില് ഇതിപ്പോ നല്ല ചായ ആണെന്ന് വിചാരിക്കും. ചായ ഞാനിതിങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുന്ന നേരത്താണ് ഇതിലൂടെ ഒരാൾ പെട്ടെന്ന് പാസ് ചെയ്തിട്ട് എന്റെ മോനോ ആരെങ്കിലും ഇവിടെ തട്ടി ചായ മുഴുവൻ പുറത്തു പോകുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് എന്താ ഉണ്ടാവുക? ചായ കുടിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പുറത്തു പോയാൽ എനിക്ക് എന്താ ഫീൽ ചെയ്യാം? മറ്റേ ദേഷ്യം. ഉം, ഉം. അത് ചൂടുള്ള ചായ ആണെങ്കിലോ? നല്ല ചൂടുള്ള ചായ ആണെങ്കിൽ ദേഷ്യത്തിന്റെ കൂടെ പിന്നെ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യാം? ഉം. പുളിയൽ പേടി, അതായത് ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബോഡിയിൽ നിന്ന് വേറൊരു അവസ്ഥ വരും. നമുക്ക് ചിലപ്പോൾ പെയിൻ ആയിരിക്കാം, ചിലപ്പോൾ അവിടെ കളർ ഉണ്ടായിരിക്കാം, പ്രയാസം ഉണ്ടായിരിക്കാം, സങ്കടം ഉണ്ടായിരിക്കാം, എന്താ നോക്കാതെ പോയി എന്ന് വിചാരിച്ചു ഒക്കെ ഉണ്ടായിരിക്കാം. അല്ലെ? വേണ്ടാക്കാം. ഓക്കെ. വിഷയം വരാം. ഈ ചായ ആ, എല്ലായ്പ്പോഴും ചൂടായിക്കൊള്ളില്ല. ചില ചായ തണുപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ട്. തണുപ്പാണെങ്കിലോ? തണുത്ത ചായ ആണെങ്കിലോ? ഉം, എനിക്ക് തോന്നുന്നു എന്താ ഫീൽ ചെയ്യാ നിങ്ങൾക്ക്? ദേഷ്യം മാത്രം. ദേഷ്യം വരും. ഇവൻ നോക്കാം, തണുത്ത ചായ ആണെങ്കിലും അതുപോലെ ചൂടുള്ള ചായ ആണെങ്കിലും ഏതിനായിരിക്കും കൂടുതൽ നെഗറ്റീവ് നമുക്ക് വരിക? പെയിൻ കാര്യങ്ങളും ഏതിനായിരിക്കും കൂടുതൽ? ആ, അതിന്റെ ഒരു ആഴം എത്രത്തോളായിരിക്കും? തണുത്ത ചായ ഒന്ന്, ചൂടുള്ള ചായ നമ്പർ 2. ഹോട്ട് ടീക്കാണ് എന്ത് വരിക? ദേഷ്യവും എല്ലാ കലിപ്പ് നമുക്ക് വരിക. ഓക്കെ. അതെന്തുകൊണ്ടായിരിക്കാം? അതെന്തുകൊണ്ടായിരിക്കാം നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ചൂടുള്ള ചായക്ക് കൂടുതൽ ദേഷ്യം മറ്റുള്ള എഫക്റ്റ്? അപ്പൊ എന്തുകൊണ്ടാണ് ചായ പോയത്? തട്ടിയപ്പോ ചായ എന്തുകൊണ്ടാ പുറത്തു പോയത്? ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. തട്ടിയപ്പോൾ ചായ എന്തുകൊണ്ടാണ് പുറത്തു പോയത്? ഉം. എന്തുകൊണ്ടായിരിക്കാം? ആരുടെ ശ്രദ്ധ കുറവുണ്ട്?
ശ്രദ്ധ പുറം. 2 പേരുടെയും ശ്രദ്ധ കുറവുണ്ട്. ആരെതില് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം? ഈ ചായ പുറത്തു പോയത് ശരിക്കും എന്തുകൊണ്ടാ? ചായ പുറത്തു പോയത് ക്ലാസ്സിൽ ചായ ഉള്ളത് കൊണ്ടാണ്. ഇതിന് പകരം വെള്ളമാണെങ്കിൽ വെള്ളം പുറത്തു പോകും. വെള്ളം പുറത്തു പോകുമ്പോൾ നമുക്ക് ചായ പോയി അത്ര ഫീൽ ഉണ്ടാവില്ല. കാരണം ചായ നമ്മൾ ഉണ്ടാക്കാൻ കുറെ കഷ്ടപ്പെട്ടു. എന്താണോ ഇതിലുള്ളത് അതാണ് പുറത്തു പോകുന്നത്. സമ്മതിക്കണ്ട? സമ്മതിക്കുന്നുണ്ട്. സമ്മതിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാട്ടോ. ഉറപ്പിച്ചല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ദഹിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓക്കെ പറയാനോ പറ്റില്ല. പക്ഷെ അതാണ് സത്യം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോ ഇപ്പൊ ചായ എന്റെ കയ്യിലുള്ളത് ഞാൻ ഭദ്രമായിട്ട് പിടിച്ചിട്ടുണ്ട്. പുറകിലുള്ള ആൾ എന്തെങ്കിലും തിരക്കൊണ്ട് പോയിരിക്കും. അവർ ഇതേനെ പോകുമ്പോ എന്റെ കയ്യിൽ ചായ ഉള്ളത് ഇവർ കാണുന്നില്ല. പലപ്പോഴും ചായ തട്ടുന്ന മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ ചായ തട്ടുക? അവരറിഞ്ഞിട്ടില്ല. പക്ഷെ പോയത് ആർക്കാണ്? നമ്മുടെ കയ്യിൽ നിന്ന് പോയി പ്രയാസങ്ങളൊക്കെ നമുക്കാണ് ഉണ്ടായത്. എഗെയിൻ ഒന്നുകൂടെ, ചായ ഉള്ളത് കൊണ്ടാണ് ചായ പുറത്തു പോയത്. ചായ അതിന്റെ തീവ്രതക്കനുസരിച്ച് നമുക്ക് പ്രയാസം ഉണ്ടാക്കും. സ്ത്രീകൾ നമുക്കൊക്കെ പെട്ടെന്ന് ചൂടാവുന്നതിന്റെ മറ്റൊരു രൂപം എന്താന്ന് വെച്ചാൽ ആ പോയ സ്ഥലം വൃത്തിയാക്കും കൂടെ വേണ്ടേ എന്നും കൂടെ വിചാരിച്ചിട്ടാണ്. ചിലപ്പോ ഡ്രസ്സിൽ പോയിട്ടുണ്ടാവും, അപ്പൊ കറ പിടിക്കും. നിലത്ത് പോയിട്ടുണ്ടാവും, അവിടെ തുടക്കേണ്ടി വരും. വെള്ളമാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ആണോ? ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. ഇനി മുംതാസ് ഇല്ലേ ഇവിടെ? ഓക്കെ. ദിൽറുബ, എല്ലാരും ആക്റ്റീവ് അല്ലേ? ഓ ഉണ്ട് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ചായ പോയി, ക്ലാസ്സിനുള്ളിൽ ചായ ഉള്ളത് കൊണ്ട് ചായ പോയി. ഇനിയിപ്പൊ ചായ അല്ല, ജ്യൂസ് ആണെങ്കിലും ഇനി കൊക്കക്കോള ആണെങ്കിൽ ഇവൻ അത് മദ്യമാണെങ്കിൽ അതാണ് പുറത്തു പോകുന്നത്. ഉള്ളിലുള്ളത് എന്താണ് അതാണ് പുറത്തു വരുന്നത്. നമുക്ക് ദേഷ്യം വരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയണ്ടേ എന്നുള്ളത്. നമുക്ക് ദേഷ്യം വരുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ദേഷ്യം ഉള്ളത് കൊണ്ടാണ്. അത് അവരോട് തന്നെയുള്ള ദേഷ്യം ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലേക്ക് ആരൊക്കെയോ തന്ന ദേഷ്യം നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ട് അവിടെ ഉണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം നമുക്ക് എടുത്തു കളയാൻ പറ്റിയിട്ടില്ല. അപ്പോ നമുക്ക് പുറത്ത് ദേഷ്യം വരും. പലപ്പോഴും മക്കളോട് നമ്മൾ സംസാരിക്കാറുള്ളത് ശരിക്കും അവർ ചെയ്ത കാര്യത്തിനോ അവരോടുള്ള ദേഷ്യമായിട്ടാവില്ല, സ്നേഹമായിരിക്കാം. പക്ഷെ പുറത്തേക്ക് വരുന്നത് ദേഷ്യമായിരിക്കും. ഇപ്പൊ ദേഷ്യം പോട്ടെ, നമുക്ക് ഉള്ളിൽ പലരോട് സഹതാപം തോന്നും. നമ്മുടെ ഉള്ളിൽ സഹതാപം ഉണ്ട്, സ്നേഹം തോന്നും, സ്നേഹമുണ്ട്. അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് തോന്നുന്നത്? അതാണ് ഉള്ളിൽ കൂടുതലായിട്ടുള്ളത്. ഇത് നമ്മൾ അറിയണ്ടേ? കാരണം നമ്മളറിയാതെ നമ്മളെ ക്യാൻസറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ദേഷ്യം. ഇവൻ അതുപോലെ നമുക്ക് പ്രതികാരം, അസൂയ, കുറ്റമൊക്കെ. ഇതൊന്നും നമ്മൾ അറിയില്ല. പുറത്ത് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ ഇത് നമുക്കറിയാതെ നമ്മുടെ ലൈഫിന്റെ പല ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളതൊക്കെ എടുത്തു വെക്കും അറിയാഞ്ഞിട്ട് തന്നെ. പിന്നീടാണ് അത് അസുഖമായിട്ട് മാറുക. പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത. ഇങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന്,
വെറുപ്പ് മനസ്സിലുണ്ടായിട്ട് ശരീരത്തിനെ ബാധിക്കുകയാണ്. പക്ഷെ പുറത്ത് ഇവർ വളരെ സോഫ്റ്റ് ആയിരിക്കും, സ്വീറ്റ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്കത് എടുത്തു വെച്ചിട്ട് ഇവർ പോലും അറിയില്ല. അത്രയൊരു നിസ്സഹായ അവസ്ഥയാണ് അത്. അല്ലേ? ആണോ? ഈ ദേഷ്യം എന്ന് പറയുന്നത്, കോപം എന്ന് പറയുന്നത് കോപമാണ്. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് വല്ലാത്ത ഒരു പ്രയാസം തോന്നും. നമ്മുടെ ഉള്ളില് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. അതിലൊരു തെറ്റ് നമ്മൾ ചെയ്ത എന്താ അറിയോ? സഹിക്കുക. നിങ്ങൾ സഹിക്കരുത്. നിങ്ങൾ സഹിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം കൂടും. യെസ് ഓർ നോ? നിങ്ങൾ എത്ര തന്നെ സഹിക്കുന്നുവോ അത്രമേൽ നിങ്ങൾക്ക് ദേഷ്യം വരും. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ എത്ര ക്ഷമിക്കുന്നുവോ അത്രമേൽ നിങ്ങൾക്ക് സമാധാനം വരും. സ്ത്രീകള് സഹിക്കരുത്, സഹിക്കരുത്, സഹിക്കരുത്. സ്ത്രീകള് മാത്രല്ല, ആരും സഹിക്കരുത്. ഈ സഹിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ കണക്ക് പറയാൻ തുടങ്ങുന്നത്. നമുക്ക് കിട്ടാത്തതിന്റെ പേരിൽ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങുന്നത്. സ്നേഹാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്നേഹം ഒരിക്കലും സഹതാപമല്ല. സഹതാപം ഒരിക്കലും സ്നേഹമല്ല. അത് നമ്മൾ മുന്നെടുത്തൊരു സെഷനാണ്. സ്നേഹാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ സഹതാപമാണെങ്കിൽ അത് സഹിക്കലാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇങ്ങനെ നെഗറ്റീവ് നമുക്ക് വരുന്നത്. ഇപ്പൊ കാരണമില്ലാതെ നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സഹിക്കാൻ. കാരണം അത് നമ്മളങ്ങോട്ട് സഹിച്ചാൽ മതി. നമുക്ക് ആരുടെ മുന്നിലും വലിയ ആളാവണ്ട. പക്ഷെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്. മാത്രമല്ല, സഹിക്കുമ്പോൾ നമുക്കൊരു തോന്നല, ഞാൻ അവർക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടല്ലോ. ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ നമ്മളാണ് വേദനിക്കുന്നത്. അപ്പൊ ഈ സാധനം കിടന്ന് 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 നമുക്ക് ദേഷ്യം വരും. നമ്മൾ ഒരാൾക്ക് വേണ്ടി സഹിക്കുന്ന പോലെ മറ്റൊരാൾ നമുക്ക് വേണ്ടി സഹിക്കുമെന്ന് വിചാരിക്കും? ഒരിക്കലും ഇല്ല. ഒരിക്കലും നമ്മൾ സഹിച്ച പോലെ നമുക്ക് വേണ്ടി മറ്റൊരാൾ സഹിക്കും. ഇനിയിപ്പൊ സഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കാണാനും സാധിക്കില്ല. കാരണം ഈ സഹിക്കുക എന്ന് പറയണുണ്ടല്ലോ, മറ്റൊരാളെ അംഗീകരിക്കാത്തൊരു സംഭവമാണ്. സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. എത്രത്തോളം ഒരാള് സഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. ഫാമിലിയിലേക്ക് വരാം. ഫാമിലിയില് ഭർത്താവിന് പിന്നെ നമ്മൾ സഹിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ, സ്നേഹിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു അതോറിറ്റി ഉണ്ടല്ലോ ദേഷ്യം പിടിക്കാനൊക്കെ. കൂടെ നമുക്ക് കുറച്ച് ആളുകൾ ഉണ്ടാകും. കൂടെ നമുക്ക് കുറച്ച് ആളുകൾ ഉണ്ടാകും. ഇപ്പോ മദറിലോ, നാത്തൂമാര് ഒക്കെ. ഓക്കെ, ഇവരെന്തെങ്കിലും ചെയ്താല് നമ്മൾ സഹിക്കുകയാണോ ചെയ്യുക, ക്ഷമിക്കുകയാണോ ചെയ്യുക? കാരണം അവരെ സ്നേഹിക്കേണ്ട, അവരെ സഹിക്കേണ്ട ഉത്തരവാദിത്തം, അവരെ മുന്നിൽ നല്ലൊരാളാവേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റിക്കോളണമെന്നില്ല, സോറി, ക്ഷമിക്കാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ അത് സഹിക്കും തോറും എന്താ ഉണ്ടാവുക? എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു സാധനം വരും. ഉണ്ടോ? ഇനി ഞാൻ വെറുതെ പറയുന്നതാണ്, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാട്ടോ. നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എവിടുന്നാണ് ഇത് കിട്ടിയെന്ന് നമുക്കറിയില്ല. ദേഷ്യം നമുക്ക് എവിടുന്ന് വന്നതെന്ന് അറിയില്ല. ദേഷ്യം സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ദേഷ്യം മോശമല്ല. ദേഷ്യം നമുക്ക് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് നിരന്തരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. എന്ത്, എനിക്ക് എവിടുന്ന് ഈ ദേഷ്യം കിട്ടിയെന്ന്. ഞാൻ ആരെ സ്നേഹിച്ചത് കൊണ്ട്, ആരെ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് സ്നേഹം ഉണ്ടായി എന്ന്, ദേഷ്യം ഉണ്ടായി എന്നുള്ളത്. ചിലപ്പോ കുറ്റബോധം കൊണ്ട് നമുക്ക് ദേഷ്യം വരും. നിസ്സഹായ അവസ്ഥ കൊണ്ട് ദേഷ്യം വരും. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ, സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ നമ്മളെ അംഗീകരിക്കാത്തോളം കാലം നമുക്ക് ദേഷ്യം വന്നുകൊണ്ടേ, ഇവൻ കുട്ടികളോടാണെങ്കിൽ പോലും.
അത് നമുക്ക് അവരെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മളുടെ കയ്യില് ഒരു സ്നേഹത്തിന്റെ ഒരു പാത്രമുണ്ട്. ആ സ്നേഹത്തിന്റെ പാത്രത്തിലോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ നമുക്കതില് ഫില്ലിങ് ആവില്ല. അപ്പൊ നമുക്കിത് കൊടുക്കാനും പറ്റില്ല. കൂടെയുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് സമാധാനം വേണം, കൂടെയുള്ളവരെ അംഗീകരിക്കാൻ. സ്ത്രീകള് പെട്ടെന്ന് പുറത്തു കൊടുക്കും. കൊടുക്കുക എന്ന് പറയുന്നത് സഹിക്കുക എന്നുള്ളതിന്റെ വേറൊരു സാധനമാണ് കേട്ടോ. പക്ഷെ മറക്കില്ല. പുരുഷന് പെട്ടെന്ന് മറക്കും, പക്ഷെ അവര് പൊറുക്കില്ല. ഈ രണ്ട് ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും സർവൈവ് ചെയ്യുവാൻ, ഇവരിടയിൽ സർവൈവ് ചെയ്യാൻ. നമ്മൾ എത്ര നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ല, പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, എന്തോ ഒരു നല്ല സ്വഭാവമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 വർഷമൊക്കെ നല്ല ഇതായിരുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് മാറിപ്പോയി എന്ന് പറയുന്നത്. സത്യത്തിൽ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാ? ഈ ചുറ്റുമുള്ളവർ തരുന്നതാണ് നമ്മളെ മാറ്റുന്നത്. ചുറ്റുമുള്ളവർ തരുന്നതാണ്. പക്ഷേ ആ ദേഷ്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കുക? ഒരാളെ ഏറ്റെടുക്കണമല്ലോ. ആരാണ് ഏറ്റെടുക്കുക? കൂടെയുള്ളവരെ ഏറ്റെടുക്കും. നിന്നെ കുറെ പ്രയാസപ്പെടുത്തി, അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിയതെന്ന് ആരെയും ഏറ്റെടുക്കും? ആരും ഏറ്റെടുക്കില്ല. കാരണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ആരെ ഏറ്റെടുക്കേണ്ടത്? നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുള്ളൂ. ഇന്നു മുതലാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതിന് ഞാൻ കൂടെ കാരണമാണ്. റീസൺസ് പലതുണ്ടാവും, പക്ഷെ ഞാൻ കൂടെ കാരണമാണ് എന്ന് ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവും. ആർക്ക് വേണ്ടിയിട്ടാ ജീവിച്ചത്? കുറെ കാട്ടിക്കൂട്ടി, കുറെ ക്ഷമിക്കുക എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അത് ക്ഷമയല്ല, സഹിക്കലാണ്. ക്ഷമിക്കുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി ഉണ്ടാവും. ക്ഷമ ഒരു ഹാപ്പിനെസ് ആണ്. അത് ദൈവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പ്രകാശമാണ്. എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നു, അത്രത്തോളം നമുക്കതിന്റെ ഒരു വെളിച്ചം കിട്ടും. എല്ലാരോടും പെട്ടെന്ന് പോയി ക്ഷമിക്കാനും പറ്റില്ല കേട്ടോ. പക്ഷെ സഹിക്കുമ്പോ എന്താ ഉണ്ടാവുക? സഹിക്കുമ്പോ നമ്മളിങ്ങനെ പിഴിയാണ്. നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മുടെ മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെടും, നമ്മുടെ ബ്യൂട്ടി തന്നെയല്ലേ പറയാ, ഗ്ലാമർ കുറഞ്ഞു വരും സഹിക്കുന്നതോറും. ചിലപ്പോ നമ്മുടെ മുഖത്ത് നോക്കി നമുക്ക് ഭയങ്കര ഒരു ഭാവം തോന്നാറില്ലേ? ചിലര് നമ്മളോട് ചോദിക്കാറില്ലേ, എന്താ ശബ്ന നിനക്ക് ഇങ്ങനെ ഒരു ക്ഷീണം, നിന്റെ കണ്ണും മോറും ഒക്കെ ഇങ്ങനെ, എന്താ ഇങ്ങനെയാണ്? ശബ്ന എന്ന് വിളിച്ച് ഞാൻ എന്നെയാണ് കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ നിങ്ങളുടെ ഉള്ളു കാണാതെ എത്ര തന്നെ ജീവിക്കാൻ സർവൈവ് ചെയ്യുന്നു, അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാല് ജീവിതം ഓരോ നിമിഷവും നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഫുള്ള് ഹാപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ദേഷ്യമൊക്കെ വരും കേട്ടോ. പക്ഷെ ഓക്കെ ദേഷ്യം വന്നാൽ ഇത് ഈ കാരണം കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നിട്ടുള്ളത്, അത് കുഴപ്പമുള്ളതല്ല എന്നുള്ള രൂപത്തിലേക്ക് മാറാൻ പറ്റും. ഒരു സ്ത്രീ പോട്ടെ, ഒരു മനുഷ്യന് അതിലുപരി എന്താണ് അവനവനക്ക് വേണ്ടി സമ്പാദിക്കേണ്ടത്? എന്ത് സമ്പാദിച്ചാലാണ്
അത് പൂർണ്ണമാവുക. നമ്മളിങ്ങനെ പറയും, ഞാൻ എത്ര സ്നേഹിച്ചാണ്, ഞാൻ എത്ര സഹിച്ചതാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവസാനം എനിക്കിത് വന്നല്ലോ. അതായത് മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവർ നമ്മൾ ഈ സഹിച്ചതിന്റെ ക്ഷമിച്ചതിന്റെ എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ആ സഹിച്ചതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കാനേ പറ്റാതാക്കും. കുറെ കാലം സഹിക്കും. ഇവൻ ഞാൻ ആ സിറ്റുവേഷനിലൂടെ വന്നതാണ് കേട്ടോ. കുറെ കാലം നമ്മൾ സഹിക്കും. അപ്പൊ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവും. ഓ, എന്നാലും എനിക്ക് ഇത്ര ക്ഷമ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര സംഭവമാണല്ലോ എന്ന് തോന്നും. പിന്നെ നമുക്ക് പറ്റാഞ്ഞിട്ടാവും. അപ്പൊ ഒരിക്കലും ഒരു പൊട്ടിത്തെറിയാകാം, ശരീരത്തിനെ ബാധിക്കുന്ന പാനിക് അറ്റാക്ക് ആകാം, അല്ലെങ്കിൽ വല്ലാത്ത ക്രൂവലായിട്ട് നമ്മൾ പെരുമാറുന്നതാകാം. അപ്പൊ എല്ലാവരും വിചാരിക്കും, എന്ത് പറ്റി ഇവൾക്ക്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇവളെന്ന്. ഒരിക്കലും എനിക്ക് 10 വർഷത്തെ ഈ സഹിക്കുക എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ സഹിക്കൽ നമ്മളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അവസാനം എനിക്ക് സംഭവിച്ചത്, എനിക്ക് പാനിക് അറ്റാക്ക് വന്നു. എന്റെ സൗണ്ട് നഷ്ടപ്പെട്ടു, ഒരു ഭാഗം തളർന്നു. എനിക്ക് കിട്ടിയതാണത്. എനിക്ക് കിട്ടിയതാണ് അത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പഠിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ഷമിക്കാൻ പഠിക്കുക. ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ദേഷ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല. മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പല രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സാധനം കിട്ടാതെ വരുമ്പോഴാണ് ഈ ദേഷ്യം പുറത്തോട്ട് വരിക. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒരു 30 സെക്കൻഡ് ആലോചിക്കുക. എപ്പോഴൊക്കെയാണ് ഈ ദേഷ്യം കൂടുതൽ വരുന്നത്? ആരോടൊക്കെയാണ് നമുക്ക് ദേഷ്യം വരുന്നത്? ഈ ദേഷ്യം കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? സോൾ മാസ്റ്റർക്കാർക്ക് ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ദേഷ്യത്തിന്റെ തീവ്രതയെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും. എന്നാലും എല്ലാവരും ഒന്ന് ആലോചിക്കും. ഉള്ളിലുള്ളത് എന്താണ്, അതാണ് പുറത്തു വരുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് മുന്നേ. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് സലാം പറയാം. നമ്മുടെ ഇസ്ലാമിക് ആയിട്ട് നമ്മൾ സലാം പറയും. അതൊരു വിഷിയലാണ്. അവര് തിരിച്ചു പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ എന്താണോ പറയുന്നത്, അത് നമ്മുടെ ലൈഫിലോട്ട് ഉണ്ടാവട്ടെ എന്നാണ്. അപ്പൊ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് വെച്ചിട്ട് സലാം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സലാം പറയുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മൾ മറ്റേ പ്രസന്റിൽ ഉണ്ടായിരിക്കാം, മറ്റുള്ള ഇമോഷൻസ് ഒക്കെ മാറ്റി വെക്കുക. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിലോട്ട് നമ്മളറിയാതെ കുറെ വിഷമങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാല്, നമുക്ക് നമ്മളെ പറ്റിയിട്ട് അറിയില്ല. നമ്മൾ പറയുന്ന വാക്കുകളുടെ തീവ്രത അറിയില്ല. നമ്മളുടെ ചിന്തകളുടെ തീവ്രത നമുക്ക് അറിയില്ല. ഓക്കെ, അതറിയാൻ കുറച്ച് പാടാണ്. അതങ്ങനെ എല്ലാവർക്കും അറിയാനുള്ള ഭാഗ്യം ഉണ്ടായിക്കോളും. കാരണം നമ്മുടെ സൊസൈറ്റി പഠിച്ചു വെച്ചിട്ടുള്ളത്, പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. സഹിച്ചാൽ സ്വർഗം കിട്ടും. എവിടെ സഹിച്ചാൽ സ്വർഗം കിട്ടുന്നത്? ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും. ക്ഷമിച്ചാലാണ് എന്തെങ്കിലും കിട്ടുള്ളൂ. പരലോകത്തെ കാര്യത്തെ പറ്റി പറയാൻ ഞാൻ ആളല്ല. നമുക്ക് ഇവിടെ ജീവിക്കുന്ന സ്ഥലത്ത് നോക്കാം. നിങ്ങൾക്ക് സഹിച്ചിട്ട് എന്ത് കിട്ടി? പക്ഷെ നിങ്ങൾക്ക് ക്ഷമിച്ചിട്ട് എന്ത് കിട്ടി? എന്തൊക്കെ കിട്ടും ക്ഷമിച്ചാലെന്ന് പറയോ? നിങ്ങൾക്ക് മനസമാധാനം കിട്ടും, ഉറക്കം കിട്ടും, സ്നേഹം കിട്ടും, സ്നേഹിക്കാൻ പറ്റും, കൂടെയുള്ളവരെ അംഗീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം അത്ര രുചിയില്ലെങ്കിലും ഒരുപാട് രുചിയോടുകൂടി കഴിക്കും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളുടെ സെഷൻ ടൈമിനോട് അതായത് സമയത്തിന്റെ മുന്നേ ആയി. സമയത്തിന് മുന്നേ ആയി എന്നല്ല, സമയം കഴിഞ്ഞു പോയി. 6:01 ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വലിയൊരു സെഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ചായയുടെ ബാക്കി ഉണ്ടാകും. നിങ്ങൾ
നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വന്ന് എഴുന്നേറ്റ് വരിക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നിങ്ങളുടെ കാല് നിലത്ത് പതിച്ച് പെട്ടെന്ന് തന്നെ ഹീൽ ആൻഡ് ഗ്രോ സെഷനിലോട്ട് വരിക. കണ്ണുകൾ പതിയെ അടച്ച് ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. Breathe in, breathe out. Breathe in, breathe out. Breathe in. കണ്ണുകൾ അടച്ചുകൊണ്ട് വലത് കൈ ഹൃദയഭാഗത്തോട്ട് ചേർത്ത് വെച്ച് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ നിങ്ങളോട് ഏറ്റവും പ്യുവറായിട്ട് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഐ ആം റിയലി സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. എന്റെ പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ നിന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തി. എനിക്കറിയില്ലായിരുന്നു നിന്റെ ദേഷ്യം എവിടെ നിന്നാണ് വരുന്നതെന്നും നിന്റെ ദേഷ്യത്തെ മാത്രമാണ് ഞാൻ കണ്ടിരുന്നുള്ളൂ. അതിന് പുറകിൽ എന്തുകൊണ്ട് നീ ദേഷ്യപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഐ ആം റിയലി സോറി. നിന്നെ ഇത്ര കാലം ഇങ്ങനെ ഒരു പ്രയാസത്തില് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചതിന്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയതൊന്നും പഠിക്കാതിരുന്നതിന് ഞാൻ നിന്നോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണാത്തതിന് നീ എനിക്ക് മാപ്പ് നൽകുക. ഐ താങ്ക് യു ഡിയർ, റിയലി താങ്ക് യു. നീ എന്നെ അംഗീകരിച്ചതിനും ഞാൻ നിന്നെ മനസ്സിലാക്കിയതിനും നീ എൻ്റെ ജീവിതത്തിലോട്ട് പല രൂപത്തില് എന്നെ കൂടുതൽ പവറാക്കാൻ ശ്രമിക്കുന്നതിന് ഇപ്പൊ ഞാൻ ഈ നിമിഷത്തിൽ ഇവിടെ വന്നിരുന്ന് നിനക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയതിനും എല്ലാം ഞാൻ നിന്നോട് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ്. ഐ ലവ് യു ഡിയർ, ലവ് യു സോ മച്ച്. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഐ ആം റിയലി സോറി, റിയലി സോറി, റിയലി സോറി. ഐ ലവ് യു ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഞാൻ നിന്നെ ഓരോ നിമിഷവും സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്, സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ രാവിലെ 5:30 എഴുന്നേറ്റ് സെഷനിൽ പങ്കെടുക്കുന്നത്. I love you, I love you, I love you so much, I love you so much. Breathe in, breathe out, breathe in, breathe out, breathe in, breathe out. പതിയെ നിങ്ങൾ 2 കൈകൾ റബ്ബ് ചെയ്തുകൊണ്ട് ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മളുടെ ക്ഷമിക്കാനുള്ള, നമുക്ക് സഹിക്കാനുള്ള ഒരു എനർജിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ ടച്ച് ചെയ്യുക, എല്ലാ സെല്ലുകളിലും. കാരണം മനസ്സിലെന്ന് വെച്ചാൽ ശരീരം പൂർണ്ണമാണ്. എല്ലായിടത്തും ടച്ച് ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഹൗ ഈസ് യുവർ ഫീലിംഗ് നൗ? നിങ്ങൾ ചായ കുടിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ രാവിലത്തെ ബ്ലാക്ക് ടീ? ബ്ലാക്ക് ടീ ഒരു വർഷം മുന്നേ, അധികമൊന്നും ഞാൻ എടുക്കുന്നില്ല, ഒരു വർഷം മുന്നേ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്രയൊക്കെയോ കാര്യങ്ങൾ മാറിയേനെ. ആണോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് കിച്ചണിലോട്ട് പോകാട്ടോ. കിച്ചണിലോട്ട് പോകേണ്ടവർക്ക് പോകാം, ലൈവായിട്ട് ഇരിക്കണം എന്നില്ല, കേട്ടാ. ഒരു വർഷം മുന്നേ നിങ്ങൾ മാറാൻ തയ്യാറായിരുന്നു. പക്ഷെ നമുക്ക് സോഴ്സില്ല, നമുക്ക് അറിയാൻ ഒരുപാട് ക്യാഷ് നമുക്ക് സമ്പാദിക്കാനും ഒരുപാട് ക്യാഷ് നമുക്ക് സേവ് ചെയ്യാനും ഒരുപാട് നമുക്ക് ഗ്രോത്ത് കിട്ടിയേനെ. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു സമയമുണ്ടല്ലോ ഇതിലൊക്കെ എത്താനുള്ള, അല്ലെങ്കിൽ ഈ തിരിച്ചറിവൊക്കെ കിട്ടാന് നമുക്ക് പ്രപഞ്ച ശക്തി നമുക്ക് തരുന്ന ഒരു ടൈമുണ്ട് അല്ലേ?
അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രമാണ് അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി ചായ പോലെ വിഷം വരുന്നുണ്ട്. അപ്പൊ വിഷം എന്താന്ന്, ടോക്സിൻ അല്ലെങ്കിൽ പോയിസൺ എന്താണെന്നുള്ള ഒരു സെഷനിൽ ഉണ്ടാകും. അത് സോൾ മാസ്റ്റർക്കാർക്കുള്ള ഒരു സെഷനാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഈസ് യുവർ ഫീലിംഗ് നോ? നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. ചാറ്റ് ബോക്സിൽ ഇടുന്നതാണ് നല്ലത്. പിന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മോർണിംഗ് നിങ്ങൾ ഫീൽ ചെയ്യുക. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മോർണിംഗ് സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യാൻ വേണ്ടി ജനൽ തുറന്നിട്ടോ വാതിൽ തുറന്നിട്ടോ ഫോട്ടോ എടുക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുക. നിങ്ങൾ ഏത് ഫ്രഷ് എയറിലാണ് നിൽക്കുന്നത് അവിടെ നിന്നുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് ഡൊപ്പാമൈൻ ഹബില്, ഡൊപ്പാമൈൻ ഹബ്ബാണ്, അല്ലാതെ ഹീൽ ആൻഡ് ഗ്രോയോ സോൾ മാസ്റ്ററിയോ അല്ല, ഡൊപ്പാമൈൻ ഹബില ഫോട്ടോ ഇടുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നും ഡൊപ്പാമൈൻ ഹബിൽ വരിക. കാരണം അവിടെ നിങ്ങൾ കമന്റിൽ ഇടുക. ഞാൻ റിക്വസ്റ്റ് ചെയ്യണത് എന്താന്ന് വെച്ചാൽ, ഇതൊന്നും അറിയാതെ ഇരിക്കുന്ന ഒരുപാട് പേര് അതിലുണ്ട്. അവർക്കൊക്കെ ഇത് അറിയുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ എത്രയോ പ്രശ്നങ്ങൾ സോൾവ് ആവുമെന്ന് അറിയാം. ഇതൊരു എനർജിയാണ്. ഹീൽ ആൻഡ് ഗ്രോയിലോട്ട് വരണമെങ്കിൽ ഒരു എനർജി വേണം. സോൾ മാസ്റ്ററിയിലോട്ട് വരണമെങ്കിൽ ഒരു എനർജി വേണം. ഇതൊക്കെ എല്ലാവരും, ചിലരൊക്കെ വിചാരിക്കുക ആ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ശബനാക്ക് എന്താ കിട്ടുക എന്നുള്ളതാവും. എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ എഫേർട്ട് എടുക്കുന്നതിൽ എനിക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും മണി മണി മണിയായിരിക്കും ഉദ്ദേശിക്കുക. ബേസിക്കലി ഞാൻ സ്നേഹമാണ്. എനിക്ക് കിട്ടുന്ന എനർജി ഇവിടുന്ന് ഹാപ്പിനെസ് ആണ്. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ സ്നേഹമാണ്. അത് സോൾ മാസ്റ്റർക്കാർക്ക് ഫീൽ ചെയ്യും അതെന്താണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കമന്റിൽ നിന്ന് ഒരാൾക്കൊരു ഒരു തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് എനർജി ആരാണോ ഇടുന്നത് അവർക്കാണ് അത് കിട്ടുക. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നു വെച്ചാൽ എന്റെ കാരണമല്ല, ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തകൾ മാറ്റുന്നത്. മോട്ടിവേഷനിൽ ഇതൊന്നും നടക്കില്ല. ഓക്കെ, ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു, I'm really, really, really sorry. Please forgive me. I thank you. I love you. I love you. I love you. I love you so much. Love you so much. Love you so much. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തും ഇങ്ങനെ നിറഞ്ഞ് 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 ഒഴുകി 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 വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഒരാള് നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത്. ലവ് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.